ദരിദ്രന്മാരുടെ മക്കളിൽ നിന്നാണ് ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന ആലിമീങ്ങൾ വന്ന് കണ്ടിട്ടുള്ളത്. നാളെ ഞാനൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഗവൺമെൻറ് ജോലിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ആലിമീങ്ങൾ വരൽ വളരെ അപൂർവമാണ്. ആരുമില്ല എന്നല്ല, വളരെ അപൂർവമാണ് ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ വരൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്. അതിൽ 150 ദിവസമാണ് ആകെ പണിയുള്ളത്. ആ 150 ദിവസം പോകൂല. ഏതെങ്കിലും ഒരു ദിവസം പോയാൽ അന്നൊരു ഒപ്പിടണമെങ്കിൽ കായ് വേറെ കൊടുക്കണം. അതന്നെ കാരണം. ഇതെന്താ വേണ്ടത്? വരുമാനത്തിനനുസരിച്ച് ജോലി ചെയ്യണം. എല്ലാ ജോലിയും ഒരേ മാതിരിയല്ല. വലിയ വിദ്യാഭ്യാസമൊക്കെ വേണ്ട ജോലിയുണ്ട്, അതനുസരിച്ച് ശമ്പളം ഉണ്ടാവും. ഓൽക്കതിനനുസരിച്ച് ജോലിയും കുറവുണ്ടാവും. എന്നാലുണ്ടല്ലോ, ഏൽപ്പിക്കപ്പെട്ട ജോലി മുഴുവനായും തീർന്ന് എക്സ്ട്രാ ഡ്യൂട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കാനും ഒരാൾ തയ്യാറുണ്ടെങ്കിൽ അവൻ്റെ വരുമാനത്തിൽ ബർക്കത്തുണ്ടാവും. അല്ലെങ്കിൽ അതിൽ ദീനിൽ നിന്ന് നേതൃത്വം നൽകുന്ന ആളുകൾ വരൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് എന്തായാലും നാട്ടുകാരായ കുറേ മുത്തഅല്ലിമീങ്ങൾ ഇവിടെ പഠിക്കുന്നു. മീസാൻ മുതൽ മുത്തഫരീദ് മുതൽ തുടങ്ങിയവരാണ്. അവർ വലിയ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യട്ടെ. അവരെ ഉഖ്റവിയായ ആലിമീങ്ങളാക്കി അള്ളാഹു മാറ്റട്ടെ. നാട്ടുകാർ അതിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ സാന്ദർഭികമായി എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉമ്മത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു കുഴപ്പം വരുമാനം കേടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയും പൈസ ഉണ്ടാക്കാം എന്നുള്ളിടത്ത് നമ്മൾ മാറിയിട്ട് നല്ലോണം അധ്വാനിച്ചും നല്ലോണം കച്ചവടം ചെയ്തും നല്ലോണം വിദ്യാഭ്യാസം നേടിയും നല്ലോണം ബുദ്ധി ഉപയോഗിച്ചും എല്ലാവരും നന്നായിട്ട് ഹലാലും തൊയ്യിബുമായ മാർഗത്തിലൂടെ പണമുണ്ടാക്കി അടുത്ത തലമുറയ്ക്ക് വേണ്ടി നീക്കി വെക്കണം. നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളെ മക്കൾക്ക് കുറച്ച് മുതൽ കൊടുത്ത് പോകാൻ പറ്റിയ നല്ല തന്നെയാണ്. അതിലൊരു മോശമില്ല, അത് നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും നല്ലോണം അധ്വാനിക്കണം, ഹലാലും തൊയ്യിബുമായിരിക്കണം. എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ എടുക്കണം, ആരോഗ്യം അനുവദിക്കുമെങ്കിൽ എടുക്കണം. എന്നിട്ട് നല്ലോണം പൈസ ഉണ്ടാക്കണം, നല്ലോണം അധ്വാനിക്കണം, നല്ല നിയ്യത്തുണ്ടായിരിക്കണം. അതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പം എന്താ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് നിങ്ങൾ, ചാടിപ്പോകുന്നതിൻ്റെ മുമ്പ് 5 പ്രാവശ്യമെങ്കിലും ഒരു കുട്ടി ഉമ്മയുടെ ശ്രദ്ധയിൽ അത് പെടുത്തും. ഇന്ന് പ്രേമിച്ചാണ്ട് നാളെ ചാടൊന്നുമില്ല. ചാടണേൻ്റെ മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് 5 തവണ ഉമ്മാൻ്റെ ശ്രദ്ധയിൽ കുട്ടിപ്പെടുത്തും. ഉമ്മ, ഞാൻ ചാടാ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയല്ലേ ചെയ്യാ, പിന്നെ എങ്ങനെ? സൂചനകൾ ഉണ്ടാവും. ഒരു ദിവസം കുട്ടി സ്കൂളിൽ വന്നപ്പോൾ പറഞ്ഞു, ഉമ്മ, ഞങ്ങളെ സ്കൂളിലുണ്ട് ഒരു കണ്ണട വെച്ചൊരു ആൺകുട്ടി, ഓ പഠിക്കാൻ സൂപ്പറാണ് എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളി. കണ്ണട വെച്ചതിന് നമുക്ക് വല്ല എതിർപ്പുണ്ടോ? ഒരു എതിർപ്പില്ല. ഓൻ പഠിക്കണേന് നമുക്ക് വല്ല എതിർപ്പുണ്ടോ? ഒരു എതിർപ്പില്ല. പക്ഷേ സ്കൂളിലുള്ള കണ്ണട വെച്ച നല്ല പഠിക്കുന്ന ഒരു കുട്ടി, ഒരാൺകുട്ടി എൻ്റെ പെൺകുട്ടിയെ ആകർഷിച്ചിട്ടുണ്ട് എന്ന സൂചനയാണ് ഉമ്മാക്കാൻ നൽകിയത്. പൊക്കിൽ കൊടി ബന്ധമാണത്. ഉമ്മാനെ അറിയിക്കാതെ ഒരു കുട്ടിക്ക് ചാടാൻ കഴിയില്ല. നിങ്ങൾ എഴുതി വെച്ചോളി, ഉമ്മാനെ അറിയിക്കാതെ ഒരു കുട്ടിക്ക് ചാടാനേ കഴിയൂല. ഉമ്മാനെ അറിയിക്കും. പക്ഷെ അമ്മ വിചാരിക്കും, ഇൻ്റെ കുട്ടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ശ്രദ്ധിക്കാതിരിക്കണതിന് രക്ഷയൊന്നുമില്ലല്ലോ. അതേ കുട്ടി പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നപ്പോൾ പറഞ്ഞു, ഉമ്മ, ഞാൻ നാളെ മുതൽ 9:50 ബസ്സിനാ പോണത്, 45-ന് പോണില്ല. 45-ന്റെ ബസ്സിൽ നല്ല തിരക്കാണ്, 50-ന്റെ ബസ് കാലിക്കാരം. 5 മിനിറ്റ് കൊണ്ട് സ്കൂൾക്ക് എത്തുമല്ലോ, 10 മണിക്കല്ലേ ബെല്ലടിക്കുള്ളൂ. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ 9:50-നാണ് പോണത് എന്ന് പറഞ്ഞു എന്നുകൂടി വിചാരിച്ചോളി. രണ്ടാമത്തെ സൂചനയാണ്. അന്ന് വൈകുന്നേരം വാപ്പ പീടിയടച്ച് വന്നിട്ട് ചോറയിച്ചിട്ട് കയ്യാൻ നേരത്ത് ഇമ്മ പറയണം, ഇന്ന് നമ്മളെ മോള് സ്കൂളിൽ വന്നപ്പോഴേ നാളെ 9:50-ന്റെ ബസ്സിനാണ് പോണത് എന്ന് പറഞ്ഞു. ചോറ് കയ്യാൻ നേരത്തെ പറയാൻ പറ്റുള്ളൂ. വന്നുകാണ്ട് ചോറുക്കാണ്ട് കയ്യുണ്ട് കുത്തുമ്പോൾ നമ്മളെ മറിയമ്മൂനെ ഞമ്മക്കൊന്ന് കെട്ടിച്ചണ്ടേന്ന് ചോദിക്കും പെണ്ണുങ്ങൾ. പിന്നെണ്ടോ ആ ചോറ് കീപ്പട്ടിറങ്ങണു. അപ്പം പറയാൻ പാടില്ല. എപ്പോഴാ പറയാ? ചോറ് ഇങ്ങനെ ചോറിന പ്ലേറ്റ് ഇങ്ങനെ വടിച്ചിങ്ങനെ എടുക്കണ ആ നേരത്ത് പറയാം. എന്ത്?
പിന്നെ മോളൊന്ന് സ്കൂൾ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു 9:50 പോണത് എന്ന് പറഞ്ഞു. എനിക്കെന്താന്നാവോ ചെറിയൊരു പേടി. ഇന്നാള് ഓലെ ക്ലാസ്സിലൊരു കന്നഡ ആൺകുട്ടി ഉണ്ട്, നല്ലോണം പഠിക്കുന്നും പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ വാപ്പ എന്ത് ചെയ്യാന്നറിയോ? വാപ്പ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത മാതിരി ഇങ്ങനെ അതെനിക്ക് തോന്നിയതേ ഇക്കാരടി എന്നൊക്കെ പറയാം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടാവും വേണം. പറച്ചിൽ അങ്ങനെയൊക്കെ തന്നെ പറയേണ്ടത്. അല്ലോ അങ്ങനെ ഉണ്ടോ? ആ സാരിയും പൈസ പറഞ്ഞിരുന്നു പ്രേമം തന്നെയാണ് എന്ന് അങ്ങനെ പറയല്ല വേണ്ടേ. ഒന്നും അറിയാത്ത മാതിരി കാട്ടണം. അതൊന്നും ഉണ്ടാവില്ല, അതെനിക്ക് തോന്നിയത് ഇക്കാരെന്ന് പറയാം. അതിൻ്റെ പിറ്റേന്ന് മൂപ്പര് കച്ചവടത്തിന് പോവുക, പിറ്റേന്നും പോവുക. 4ാമത്തെ ദിവസം മോള് ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വാപ്പ കുറച്ച് ഒഴിഞ്ഞിങ്ങനെ നിന്നിട്ടൊന്ന് നോക്കുക. കന്നഡ പഠിക്കണ കുട്ടി നോക്കുക. കാര്യമായിട്ടൊന്നും കാണാനില്ല എന്ന് വിചാരിക്കുക. എന്നാൽ മോള് മുന്നത്തെ ഡോറിൽ കൂടെ ബസ്സിക്കണ് കയറുമ്പോൾ വാപ്പ പിന്നത്തെ ഡോറിൽ കൂടെ ബസ്സിക്കണ് കയറിയിട്ട് 10 ഉറുപ്പ്യം കൊടുത്തുകൊണ്ട് ആ കമ്പിമ തൂങ്ങിക്കാണ്ട് ഒന്നിങ്ങനെ നിൽക്കുക. അപ്പോൾ മൂപ്പരെ മനസ്സിലിങ്ങനെ വേണം ആ കണ്ണടിയും നല്ല പഠിക്കണ കുട്ടിയും എന്നിങ്ങനെ വേണം. വല്ലതുണ്ടോ നോക്കുക. കാരണം അത് 2ാമത്തെ സൂചനയാണ്. ഇങ്ങനെ ചുരുങ്ങിയത് 5 സൂചനയെങ്കിലും ഉമ്മാക്ക് കൊടുക്കും, എന്നിട്ട് ചാടുള്ളൂ. അത് നോക്കാൻ ഒഴിവില്ല. ഞാൻ പിന്നെ എന്താ കേട്ടാ? നോക്കാൻ ഒഴിവ് വേണം, നോക്കാൻ ഒഴിവും വേണം, വാപ്പാനോട് പറയാനുള്ള മനസ്സും വേണം. അങ്ങനെ പറഞ്ഞാൽ പിറ്റേന്ന് കന്നൂട്ടാൻ പോകാതെ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ബസ് സ്റ്റോപ്പിലൊന്ന് പോയി നോക്കാനുള്ള മനസ്സും വേണം. എന്നാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇത് നമുക്കതൊന്നും ഒഴിവില്ലാതെ പിന്നെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പം എല്ലാവരും കുട്ടികളെ കുറ്റം പറയാണ്. കുട്ടികൾക്കല്ലല്ലോ കുഴപ്പമുള്ളത്, വലിയവർക്ക് തന്നെ കുഴപ്പമുള്ളത്. അദബ്, മര്യാദ, ശീലങ്ങൾ ഇതൊക്കെ വാപ്പിയമ്മയും പഠിപ്പിക്കേണ്ട തന്നെയാണ്, വേറെ ആരും പഠിപ്പിക്കേണ്ടതല്ല. തന്നെ 4ാം ക്ലാസ് പഠിക്കണ കുട്ടി സ്കൂളിൽ വന്നിട്ട് തൊട്ടടുത്തിരിക്കണ കുട്ടിനെ 4ാം ക്ലാസ് പഠിക്കണ കുട്ടി സ്കൂളിൽ വന്നിട്ട് തൊട്ടടുത്തിരിക്കണ കുട്ടിനെ തൊട്ടാൽ 7 പ്രാവശ്യം കേൾക്കേണ്ട ഒരു സാധനത്തിൻ്റെ പേരാണ് വിളിച്ചു എന്ന് കരുതിക്കോളി. എവിടുന്നാ കിട്ടിയത്? ബാപ്പമ്മാനെ വിളിച്ചത്, അല്ലെങ്കിൽ ഉമ്മ വാപ്പാനെ വിളിച്ചത്, അല്ലെങ്കിൽ 2ആളും കൂടി വല്യപ്പാനെ വിളിച്ചത്. അല്ലാതെ എവിടുന്ന് കിട്ടിയത്? മാതാപിതാക്കളുടെ സ്വഭാവം തന്നെയാണ് കുട്ടിയൊക്കെ ഉണ്ടാവുക. റബീഉൽ അവ്വൽ 12-ന് 5ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയിട്ട് സ്റ്റേജിന്മേ കയറിയിട്ട് കുട്ടി സമ്മാനം വാങ്ങുമ്പോൾ സദസ്സിന്ന് വാപ്പ പറയും, എൻ്റെ ചെറുക്കനാണത്, 3ാമത്തോന് ഹാഷിമ്, ഓൻ പഠിക്കാൻ നല്ല ഉഷാറാണ്, എൻ്റെയൊക്കെ അതേമാതിരി തന്നെയാണ് എന്ന് പറയും. വേണമെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തെങ്ങാണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റും ചെയ്യും. അതേ ചെറുക്കൻ കുരുത്തക്കേട് കാട്ടിയിട്ട് അങ്ങാടിയിൽ നിന്ന് ആൾക്കാരടുത്ത് നിന്ന് പെരടിക്ക് അടി കിട്ടിയാൽ വാപ്പ പറയും, ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ കേടുവന്നുകൊണ്ട് അങ്ങനെ ആയതാണ് എന്ന്. അല്ല, എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ്. റബീഉൽ അവ്വൽ 12-ന് സമ്മാനം വാങ്ങിയത് എൻ്റെ ചെറുക്കനായതുകൊണ്ടാണെങ്കിൽ അങ്ങാടിയിൽ നിന്ന് ആൾക്കാരടുത്ത് നിന്ന് പെരടിക്കടി കിട്ടിയതും എൻ്റെ ചെറുക്കനായത് കൊണ്ട് തന്നെയാകുന്നു. ഇതാണ് അത് വേക്കാൻ തയ്യാറാണ്. നമ്മൾ മദ്രസയിൽ കുട്ടീനെ ചേർക്കാൻ ചെന്നാലേ, സ്കൂളിൽ കുട്ടീനെ ചേർക്കാൻ ചെന്നാൽ പ്രിൻസിപ്പാള്, പ്രധാനാധ്യാപകൻ, സദറുസ്താദ്, ഹെഡ്മാഷ് ഒരു ഫോം തരും. ആ ഫോമിൽ ഏറ്റവും മേലുണ്ടാവും കുട്ടിയുടെ പേര്, അതിൻ്റെ അപ്പുറത്തുണ്ടാവും വയസ്സ്, അതിൻ്റെ താഴെ ഉണ്ടാവും വീട്ടുപേര്, അതിൻ്റെ താഴെ ഉണ്ടാവും വിലാസം, അതിൻ്റെ താഴെ ഉണ്ടാവും പിതാവിൻ്റെ പേര്, അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടാവും രക്ഷിതാവിൻ്റെ പേര്. പിതാവായതുകൊണ്ട് രക്ഷിതാവാകൂല, ആവുമെങ്കിൽ 2 കോളം വേണ്ട. ഏത് ഫോമിലല്ലാത്ത? ഏത് ഫോമിലും നോക്കിക്കോളി. സ്കൂളിൽ ചേർക്കാൻ ചെന്നാൽ, മദ്രസയിൽ ചേർക്കാൻ ചെന്നാൽ, കോളേജിൽ ചേർക്കാൻ ചെന്നാലുള്ള ഫോമിലുണ്ടാവും പിതാവിൻ്റെ പേര്, അതിൻ്റെ നേരെ അടിയിലുണ്ടാവും രക്ഷിതാവിൻ്റെ പേര്. പിതാവായാ പോരാ, രക്ഷിതാവാകണം. പിതാവാകൽ നല്ല രസമുള്ള പരിപാടിയാണ്. രക്ഷിതാവാകാനേ ഓർക്കണ്ട് ഒഴിച്ചേണ്ടി വരും, വെറുതെ നടക്കൂല. പിതാവാകൽ നല്ല രസമാണ്. മൂരിക്ക് വില കുറഞ്ഞ സമയം നോക്കുക. ഇപ്പോൾ കുറച്ച് വില കുറവാണ് ഇത്തരം മൂരിക്ക്, എന്നിട്ട് വാങ്ങിയിട്ട് ചെറിയൊരു മയച്ചാറിലുണ്ടെങ്കിൽ ഉഷാറായി ബിരിയാണി വെച്ചിട്ട് പിതാവാകുക. എന്നിട്ട് ഫോമിൽ എഴുതുക പിതാവിൻ്റെ പേര്. 2ാമത്തെ കോളാണ്ട് എഴുതണമെങ്കിലേ കുറച്ച് അടങ്ങേറുണ്ടാവും. രക്ഷിതാവിൻ്റെ പേര് എന്നുള്ളിടത്ത് പേരാണ്ട് എഴുതണമെങ്കിൽ അത് കുറച്ച് പണിയുള്ള കാര്യമാണ്. നല്ലോണം അധ്വാനം ഉണ്ടായിന്, അതന്നെ ഈ പറഞ്ഞ സംഗതി. അതുകൊണ്ട് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം കാര്യങ്ങൾ. അവനവൻ്റെ മക്കളെ നോക്കാൻ അവനാ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം.
ഇതന്നെ സംഗതി. കുട്ടികളുടെ ഈമാൻ ശരിയാക്കി കൊടുക്കണം, കുട്ടികളുടെ വിദ്യാഭ്യാസം ശരിയാക്കി കൊടുക്കണം, കുട്ടികളുടെ സ്വഭാവം ശരിയാക്കി കൊടുക്കണം. എങ്ങനെ സ്വഭാവം ശരിയാക്കൽ? മാതാപിതാക്കളുടെ സ്വഭാവം ശരിയാവുമ്പോൾ കുട്ടികളുടെ സ്വഭാവം ശരിയാവും. ഇതിപ്പോൾ വാപ്പയമ്മയും കുട്ടികളെ പഠിപ്പിച്ചിക്കാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് കുറച്ച് ദേഷ്യമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് ഇത് കുറച്ച് ഗൗരവത്തിലാണ് പറഞ്ഞോളൂ. ദേഷ്യം പെടണം എന്ന് കുട്ടികളെ പഠിപ്പിക്കുക വാപ്പ. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ചെയ്ത്താൻ കയറുകയാണെങ്കിൽ ആദ്യം ദേഷ്യത്തിൻ്റെ രൂപത്തിലാണ് കയറുക. അത് വാപ്പ പഠിപ്പിക്കുകയാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ കുറച്ച് ദേഷ്യമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് കുറച്ച് ഉറക്കാണ് പറഞ്ഞോളൂ. അല്ലെങ്കിലോ കാണുന്ന നാട്ടുകാരെ മേക്കെട്ട് കയറിയിട്ട് അവസാനം അതെനിക്ക് പ്രഷർ കൂടിയതുകൊണ്ടായിരുന്നു. പ്രഷറിൻ്റെ ബുക്കുകൾ കുറേ ഞാൻ നോക്കിയിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ നോക്കി. പ്രഷർ കയറിയാൽ ആൾക്കാരെ പെരടിക്ക് കയറുമോയെന്ന് ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. അതിന് ഗുളികൻ കുടിച്ചാളി, ഒരു നേരം കൊണ്ട് ശരിയാണില്ലെങ്കിൽ 2 നേരം കുടിച്ചോളി. പ്രഷറിൻ്റെ പേരും പറഞ്ഞാണ്ട് ആൾക്കാരെ മേക്കെട്ട് കയറാനും നിൽക്കണ്ട. ദേഷ്യം മക്കളെ പഠിപ്പിക്കാൻ പാടില്ല. ദേഷ്യം പൈശാചികമായ സ്വഭാവമാണ്. അതുകൊണ്ട് മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത്, ദേഷ്യം പഠിക്കുന്നത്. സ്വഭാവം കേടുവരെ എപ്പോഴും എവിടെയാണെന്ന് അറിയുങ്ങൾ അദബ് പാലിച്ചില്ലെങ്കിലാണ്. അദബ് പാലിച്ചില്ലെങ്കിലും ശീലങ്ങൾ പാലിച്ചില്ലെങ്കിലും, അദബ് പാലിച്ചില്ലെങ്കിൽ ഇബാദത്തുകൾ കേടുവരും, ശീലങ്ങൾ പാലിച്ചില്ലെങ്കിൽ സ്വഭാവം കേടുവരും. അദബ് പാലിച്ചില്ലെങ്കിൽ റേഞ്ചിൽ നിന്ന് പോകണ്ടോ നിങ്ങൾ? ഇല്ല, എന്നെൻ്റെ ഒപ്പം ഒന്ന് ചൊല്ലിക്കോളി. അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു വസ്സലാമു അലർ റസൂൽ الشفيع الأبطحي والحبيب الأربي ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي الصلاة الشفيع الأبطحي والحبيب الأربي. സ്വഭാവം ശരിയാക്കുക. എങ്ങനെ സ്വഭാവം ശരിയാക്കുക? വാപ്പാൻ്റെയും മാൻ്റെയും സ്വഭാവം ശരിയാകുമ്പോൾ തന്നെ നമുക്കൊരു 3 സെൻറ്റ് സ്ഥലവും അതിൽ ചെറിയൊരു പേരയെ കൂടി ആയി വന്നപ്പോഴേക്ക് രാവിലെയും ഉച്ചക്കും വൈകുന്നേരം തറവാട്ടിലുള്ള അമ്മാൻ്റെയും വാപ്പാൻ്റെയും കുറ്റം പറഞ്ഞങ്ങാണ്ടിരുന്നാൽ അതേ കുട്ടികൾ പഠിക്കുള്ളൂ. കുട്ടികളുടെ സ്വഭാവം കേടെടുത്തുന്നത് വാപ്പിയും തന്നെയാണ്, ഉമ്മയും തന്നെയാണ്, വേറെ ആരുമല്ല. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്നത് ഉമ്മയാണ് എന്നാണ്. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ വാപ്പാൻ്റെ കീശയിൽ നിന്ന് 100 ഉറുപ്പിക എടുത്തു, അത് കുട്ടി കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചു, ഉമ്മ കുട്ടികളൊക്കെ നല്ല ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? ഉമ്മ നല്ല ശ്രദ്ധിക്കും കുട്ടികളെ, ഇതുവരെ കഴിച്ചുന്നവരൊക്കെ അതപ്പം നോക്കിക്കണം. അള്ളാഹു നമ്മളെ കുട്ടികളൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, അവരൊക്കെ മുത്തഖീങ്ങളാക്കട്ടെ, ദുനിയാവിൽ ആഖിറത്തിൽ നമുക്ക് ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ. ആമീൻ. അപ്പം എന്താ പറഞ്ഞാൽ നിങ്ങൾ ഒരൊക്കെ ഒന്നുകൂടി ചൊല്ലിക്കാണി. അന്ത മുൻജീനാ ഗദൻ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽഹബീബിൽ അറബി. പാപ്പാൻ്റെ കീശയിൽ 100 ഉറുപ്പിക എടുത്തു, അത് കുട്ടി കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചു, ഉമ്മ ഐസ്ക്രീം വാങ്ങാൻ 10 ഉറുപ്പിക വേണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു തരൂലെന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, എന്നാൽ അപ്പാൻ്റെ കീശേന്ന് പറഞ്ഞപ്പോത്തിന് 10 ഉറുപ്പിക കൊടുത്ത് കൊണ്ടുപോയി തിന്നട ഐസ്ക്രീം പണ്ടാറടക്കാൻ പറഞ്ഞാണ് കൊടുത്തു. ഇതിൻ്റെ പേരാണ് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞത്. ആരെ പഠിപ്പിച്ചത്? ഉമ്മ. 100 ഉറുപ്പിക എടുക്കേണ്ടി വരും കേട്ടോ, അല്ലാതെ എന്നെ പോലത്തെ ആൾക്കാരൊന്നും കിട്ടൂല, എടുക്കാതെ കൊടുക്കൂല. കാരണം കൊടുക്കുമ്പോൾ കൈ വറക്കും. ഇങ്ങോട്ട് മേടിക്കാൻ വളരെ ഉഷാറായിക്കാരം. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എൻ്റെ അടുത്ത് എടുത്തുവെച്ച് എന്തെങ്കിലും ഉണ്ടോ, അത് നല്ല ഉഷാറായിക്കാരം. പക്ഷെ അങ്ങോട്ട് കൊടുക്കൂല. അപ്പോൾ അതുകൊണ്ട് എടുക്കേണ്ടി വരും. എടുത്താൽ എന്ത് വേണമെന്നറിയാം നിങ്ങൾ?
പിറ്റേ ദിവസം രാവിലെ തുണിക്കുപ്പായൊക്കെ എടുത്ത് കുപ്പായൊക്കെ ഇട്ടുങ്ങാണ്ട് മൂപ്പര് പോണ നേരത്ത് കുട്ടി കേൾക്കുന്ന തരത്തിൽ പുതിയാപ്പണ്ണോട് പറയണം, നിങ്ങൾ പോവുക, ഞാൻ നിങ്ങളെ കീശയിൽ നിന്ന് ഇന്നലെ 100 ഉറുപ്പിക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുട്ടി കേൾക്കുമ്പോൾ മനസ്സിലായി, കട്ടതല്ലല്ലേ, അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ കുട്ടികൾക്ക് മോശമായത് പഠിക്കും. ഉമ്മയും ബാപ്പയും തന്നെയാണ് മോശപ്പെട്ട സ്വഭാവം പഠിപ്പിക്കണത്, വേറെ ആരുമല്ല. മാതാപിതാക്കളുടെ സ്വഭാവം എന്താണോ അതാണ് മക്കൾക്കുണ്ടാകുക. അൽ വലതു സിറു അബീഹി എന്നാണ്, മകൻ വാപ്പാന്റെ രഹസ്യമാകുന്നു എന്നാണ്. വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മകൻ പരസ്യമായി ചെയ്യും. വാപ്പ സ്വകാര്യത്തിൽ ആരും കാണാതെ ചെയ്യുന്നത് മകൻ പരസ്യമായി ചെയ്യും. കുറ്റിപ്പുറത്തിൻ്റെ അടുത്ത് ഒരു ഉമ്മമാരുടെ സംഗമത്തിന് പോയി ഞാൻ അടുത്തൊരു ദിവസം. അപ്പോൾ ഒരു ഓഡിറ്റോറിയം നിറയെ ഉമ്മമാരാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ സംഘാടകരോട് ചോദിച്ചു, എന്താ ഇപ്പം ഉമ്മാരെ മാത്രം ഇങ്ങനെ വിളിച്ചിട്ടുള്ള എന്താ സംഭവം എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയെ LP പഠിക്കുന്ന കുട്ടി വേണ്ടാത്തത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം ഉമ്മാരൊന്ന് വിളിച്ചു കൂട്ടിയാണ്ടൊന്ന് പറഞ്ഞു കൊടുക്കാനാണ് കാരണം. അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് പറയുന്നത്, കുട്ടി ഉറങ്ങിയെന്ന് കരുതിയിട്ട് മൊബൈലുമ്പോൾ കളിച്ചത് കുട്ടി സ്ഥിരമായിട്ട് കാണലുണ്ട്. അതാണ് കുട്ടി ഉറങ്ങാൻ കടന്നു. വാപ്പ കുറച്ച് നേരം വൈകിയിട്ടാണ് വരിക. വാപ്പ കുറച്ച് നേരം വൈകിയിട്ട് ഇങ്ങനെ വന്നിട്ട് ചോദിക്കും, നമ്മളെ കുഞ്ഞുട്ടി ഉറങ്ങിയോ എന്ന് ചോദിക്കും. അപ്പം അമ്മ പറഞ്ഞു ആ ഉറങ്ങിയെന്ന് പറയും. അങ്ങനെ അമ്മ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ലെങ്കിലും ഉറങ്ങിയ മാതിരി കിടക്കും. അത് കുട്ടികളുടെ ഒരു മനഃശാസ്ത്രമാണ്. പണ്ടിങ്ങനെ കുറേ ആൾക്കാർ ഒന്നിച്ച് മരിച്ചു തരേ ഇവിടെ ഒരു നാട്ടിൽ എന്തോ ഒരു അപകടം ഉണ്ടായിട്ട്. അപ്പം ഇങ്ങനെ ഡോക്ടർ വന്നു നോക്കിയിട്ട് പറഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ടുള്ള ആൾക്കാർ മൊത്തം മരിച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ജീവൻ മുഴുവൻ പോകാത്ത ഒരാളുണ്ടായിരുന്നു. അയാളിങ്ങനെ തല പൊന്തിച്ചിട്ട്, കഥയിക്കാരട്ടോ അതൊന്നും ഉള്ളതായിക്കോളണമെന്നില്ല, അയാളിങ്ങനെ തല പൊന്തിച്ചിട്ട് പറഞ്ഞു തരാം, ഇല്ല ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ MBBS ഡോക്ടർ മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ തല പൊന്തിക്കെ കടക്കട എവിടെയെന്ന് പറഞ്ഞു എന്നാണ്. എന്ന മാതിരി ഇമ്മ ഉറങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടി ഉറങ്ങിയ മാതിരി ഇങ്ങനെ കിടക്കും. സംഗതി ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഏറ്റവും ചുരുങ്ങിയത് ശ്വാസം വിടണേൻ്റെ ഒച്ചയിലും കേൾക്കൂലേ, അതന്നെ പ്രശ്നം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒട്ടും മനസ്സിലാകൂല്ല കേട്ടോ. അല്ല ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ പ്രശ്നം എന്ന്. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് മാതാപിതാക്കൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ അവർ എന്ത് ചെയ്യുന്നു എന്ന് കുട്ടികൾ നോട്ട് ചെയ്യുന്നുണ്ട്. ഉമ്മാൻ്റെ ഇരുന്നും വാപ്പാൻ്റെ ഇരുന്നും അല്ലാതെ ഒരു കാര്യം പഠിക്കാനില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ അൽ ഉമ്മുഹിയ അൽ മദ്രസത്തുൽ ഊല എന്നാണ്. ഉമ്മയാകുന്നു ഒന്നാമത്തെ മദ്രസ. വാപ്പാന്റെ സ്വകാര്യത്തെയാണ് മകൻ പരസ്യമാക്കുന്നത്. ഉമ്മയാകുന്നു ഒന്നാമത്തെ മദ്രസ. അതുകൊണ്ട് വരും നാളത്തെ തലമുറക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കളെയാണ്. അതുകൊണ്ട് അവരെ നമ്മൾ നന്നായിട്ട് വളർത്തണം, നല്ലോണം ശ്രദ്ധിക്കണം, അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദ്വാരക്കണം. ഇമ്മാൻ്റെയും ബാപ്പാൻ്റെയും ദ്വാൻ്റെ അത്രേ മക്കൾക്ക് ഉപകാരം ചെയ്യുന്നൊരു ദ്വാ വേറെ ഇല്ല. മാതാപിതാക്കൾ മനസ്സറിഞ്ഞ് ദ്വാരുന്നാൽ മക്കൾക്കത് വലിയ ഗുണമാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവർക്ക് ലഭിച്ചത് തൻ്റെ ഉമ്മയുടെ ദുആയായിരുന്നു എന്നാണ്. മൂപ്പരെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്, ഉമ്മ ദ്വാരുന്നു. ഉമ്മാൻ്റെ ദുആ കാരണം കിട്ടിയത് 10 ലക്ഷം ഹദീസുകൾ, 10 ലക്ഷമല്ല ലക്ഷക്കണക്കിന് ഹദീസുകൾ കാണാൻ പഠിച്ചു. 4000 ഉസ്താദുമാരിൽ നിന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇൽമു പഠിച്ചിട്ടുണ്ട് എന്നാണ്. 4000 ഉസ്താദുമാർ. ഞമ്മക്ക് മര്യാദക്ക് 4 ഉസ്താദുമാരുണ്ടോ എന്നിട്ടല്ലേ നമ്മൾ തമ്മ് തെറ്റിയാൽ 2 ചോദ്യം ചോദിക്കുക. ഒന്ന് ബുഖാരിയിലുണ്ടോയെന്നാണ് ചോദിക്കുക. ആൾക്കാർ തമ്മ് തെറ്റിയാൽ ചോദിക്കണ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. ഒന്ന് ബുഖാരിയിലുണ്ടോ എന്നാണ് അതിലത്തെ ഒരു ചോദ്യം. ഈ ബുഖാരി എന്തുകൊണ്ടാണ് നമ്മൾ തമ്മ് തെറ്റുമ്പോൾ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം ഇമാം ബുഖാരി അത്രയും പ്രാധാന്യം അറിയിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് ആ ചോദിക്കണതിൻ്റെ കാരണം. അതുകൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 4000 ഉസ്താദുമാരുണ്ടായിരുന്നു. ഉമ്മാൻ്റെ ദുആയാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം. സഹീഹുൽ ബുഖാരിയുടെ രചന പൂർത്തിയാക്കിയതിന് ശേഷം മഹാനവറുകൾ അതിൻ്റെ പ്രകാശനത്തിന് വേണ്ടി മദീനയിലേക്ക് പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ വന്നിട്ട് ഇന്നണ്ട് വിളിക്കുമ്പോൾ ബുഖാരി ഏറ്റ് റൗദ ഷരീഫിൽ കയറി ചെല്ലണം. അതാണ് പ്രകാശനമായി തീരുമാനിച്ചത്. അങ്ങനെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്ന് റൗദയുടെ പുറത്തൊരു സ്ഥലത്തു നിന്നു. പക്ഷേ നബി തങ്ങൾ വിളിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിവസങ്ങളോളം നിന്നു. അവസാനം വിളിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള വാശിയായി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഉറക്കത്തിൽ വന്നിട്ട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ പോന്നാളി പറഞ്ഞു. അപ്പോൾ സഹീഹുൽ ബുഖാരി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട്
മഹാനവറുകൾ റൗള ഷരീഫിലേക്കാണ് കയറിയതായിരുന്നു ബുഖാരിയുടെ പ്രകാശനം എന്ന് പറഞ്ഞത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അന്ന് നിന്ന സ്ഥലത്ത് സൗദി ഗവൺമെൻറ് പിൽക്കാലത്ത് ഒരു പള്ളി ഉണ്ടാക്കി. മസ്ജിദുൽ ബുഖാരി എന്ന പേരിൽ ആ പള്ളി അറിയപ്പെടുന്നു. എന്താ വിഷയം? ഉമ്മാൻ്റെ ദുആയാണ് അതിൻ്റെ പിന്നിൽ രഹസ്യം. അതുകൊണ്ട് ഉമ്മാര് ബാപ്പാര് നല്ലോണം മനസ്സറിഞ്ഞ് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അടുത്ത തലമുറകൾക്ക് വേണ്ടി നമ്മൾ കാര്യമായി സൂക്ഷിച്ചു വെക്കുക. വളർന്നു വരുന്ന മക്കളെ അദബും ബഹുമാനവും മര്യാദയും നല്ല നല്ല ശീലങ്ങളും നമ്മൾ പഠിപ്പിക്കുക. ഓല് നല്ലവരാണ്, ഓല് മോശമൊന്നുമല്ല. കുട്ടികളൊക്കെ മോശമാണ്, ചെറുപ്പക്കാരൊക്കെ മോശമാണെന്ന് നമുക്ക് വെറുതെ തോന്നുക. റമദാൻ മാസം ആയാൽ അങ്ങാടിയിലെ പള്ളിയിൽ ഹൗലുക്ക് വെള്ളം അടിച്ചാലും തികയാത്തത് വയസ്സന്മാർ നിൽക്കരിച്ചിട്ടൊന്നുമല്ല, കുട്ടികൾ നിൽക്കരിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഓല് മോശക്കാരല്ല, അവർ നല്ലവരാണ്. അവരെ ഉൾക്കൊള്ളാനും വിഷയങ്ങളിലേക്കൊക്കെ കൂടുതൽ അടുപ്പിക്കാനും അങ്ങനെ വലുതാക്കി കൊണ്ടുവരാനും എല്ലാ നന്മകളിലും അവരെ പങ്കു ചേർക്കാനും നമുക്ക് കഴിയുകയാണ് വേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മളെയും നമ്മുടെ മക്കൾ, ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവർ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അറിഞ്ഞോ അറിയാതെയും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു വിട്ടുവർത്തു മാഫാക്കി തരട്ടെ. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചിട്ടുള്ള ആളുകൾ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനിച്ചവർ, അള്ളാഹു അവർക്കൊക്കെ വലിയ കൂലി നൽകട്ടെ. ഭക്ഷണം നൽകിയവർക്ക് സ്വർഗീയമായ ഭക്ഷണം നൽകട്ടെ. ബക്കറ്റിലും അല്ലാതെയും സഹായിച്ച ആളുകളുടെ എല്ലാ മുറാദുകളെയും അള്ളാഹു ഹാസിലാക്കട്ടെ. രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവർക്കും നമുക്കും അള്ളാഹു പരിപൂർണമായ ശിഫ നൽകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. സ്ത്രീകൾ ധാരാളം വന്നിട്ടുണ്ട്, അവരുടെ ഖൽബിൻ്റെ മുറാദുകളെ അള്ളാഹു ഹാസിലാക്കട്ടെ. വിധവകൾക്ക് സബർ നൽകട്ടെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകട്ടെ. കുട്ടികൾ ധാരാളമുള്ള സദസ്സാണ്, അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദുആ കബൂൽ ചെയ്യട്ടെ. ലൈറ്റും ശബ്ദവും പന്തലും എല്ലാം ഏർപ്പാട് ചെയ്തവർക്ക് അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ക്യാമറയും മറ്റു സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകട്ടെ. ഈ സ്കൂൾ ഈ പരിപാടിക്ക് വേണ്ടി അനുവദിച്ചു തന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.